ഹായ് പറഞ്ഞു തുടങ്ങട്ടെ. ഹായ്, അഖിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നന്ദുട്ടേട്ടനാണ്. അഖിൽ ആൻഡ് അനഘ ഇവരുടെ സ്റ്റോറി തുടങ്ങുന്നത് ഇവർ +2 തൊട്ടേ ഫ്രണ്ട്സാണ്. നല്ല തിക്ക് ഫ്രണ്ട്സാണ്. തട്ടാതെ തട്ടുമ്പോഴും മെല്ലെ നിന്നെ മുട്ടുമ്പോഴും കുഞ്ഞു നെഞ്ചിൽ തട്ടപ്പേറുന്നുണ്ടേ. നെക്സ്റ്റ് ആലോചിക്കട്ടെ. വളരെ പാവാണ്. അഖിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനഘ വളരെ പാവാണ്. +2 ബെസ്റ്റ് ഫ്രണ്ട്സ്, പക്ഷെ അവർക്കിടയിൽ പ്രത്യേകിച്ച് തങ്ങുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെ മാരേജ് ചെയ്യും അങ്ങനെയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നന്ദുട്ടേട്ടൻ മുഖത്ത് നല്ലൊരു കള്ളലക്ഷണം കാണാം. ഈ ഒരു കള്ളലക്ഷണം കൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിൽ കുറെ പാടുപെട്ടിട്ടുള്ളത്. സത്യമായിട്ടും ഹാപ്പി മാരീഡ് ലൈഫ് പൊന്നിച്ചേട്ടാ. ഇതൊക്കെ വരുമോ? എന്റെ കുട്ടി കരയുണ്ടോ? ഒരേ അനഘനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ അച്ഛൻ അമ്മ വെറുതെ ഇങ്ങനെ പറയും, ഇങ്ങനെ കല്യാണം കഴിച്ചോ അടിപൊളിയായിരിക്കും, വൈബ് സെറ്റാവും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഓല് പറയുന്നു ഫ്രണ്ട്സാണ്, അങ്ങനെ പറ്റില്ല അങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷേ പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ അനഘനെ കല്യാണം കഴിക്കുന്നതിൽ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ജസ്റ്റ് ഷോക്കായി പോകും. കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വിചാരിച്ചവൻ പ്രാങ്കാക്കാന്ന്. ഏച്ചിന് എല്ലാ കാര്യങ്ങളും ഏച്ചി ഷെയർ ചെയ്യുന്നതും ഏട്ടൻ ഷെയർ ചെയ്യുന്നതും ഒക്കെ ഏച്ചിനോട് തന്നെയാണ്. അപ്പം എനിക്ക് മനസ്സിലായി രണ്ടുപേരും ഒരേ വൈബുള്ളവരാണ്. പിന്നെ അതങ്ങനെ നടന്നു. പിന്നെ എൻഗേജ്മെൻ്റ് ആയി, കല്യാണമായി. അപ്പം എന്തുകൊണ്ടും അവരൊന്നിക്കുന്നത് നല്ലതായിരിക്കും. ഏഴുനിറമേകും മാനം നാമിട തീർത്തൊരു മായാലോകം, പൂനിലവ് കവിരും തീരം നാമലിയുന്നവിട, മോതിര കയ്യിൽ കോരിടാം വെളിച്ചന്ദ്രനെ, ഹൃദയം തിരികെ സാമഗമം പറന്നു പറന്നുയരേ. खुद से है पूछा क्यों चला मैं, भूले हैं सारे किस्से पुराने, वही ना गुजर जाए ना जिधर, लागे ना कहीं तुझे ना नजर, न जाओ ना वही ना गुजर
जाऊं ना